ഡോക്ടർ ജയരാജ്, അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ ഇതിൻ്റെ മെറിറ്റ്സാണ് വിശദീകരിച്ചത്. ഇടതുപക്ഷം കാണുന്ന ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ്? നോക്കൂ, BJP മറ്റൊരു സുപ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടി പാലിക്കുകയാണ്. രാജ്യത്തിൻ്റെ വികസനത്തിനേറെ ഗുണം ചെയ്യുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇടതുപക്ഷം ഈ ഒരു നിർദ്ദേശത്തെ, ഈ ഒരു പരിഷ്കാരത്തെ കണ്ണടച്ച് തീർക്കുന്നു? ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയത് ആരംഭിച്ചത് ഏതാണ്ട് ഇന്നേക്ക് 11 വർഷം മുമ്പാണ്. അന്ന് നരേന്ദ്രമോദി എനിക്ക് തോന്നുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് തോന്നുന്നു. 11 വർഷമായിട്ട് ഇത് ചർച്ച ചെയ്ത് ആ സമയത്ത് തൊട്ടേ ഇത്തരം ചർച്ചകളുണ്ട്. ഈ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനം എന്താണ്? രാജ്യത്തൊരു ഫെഡറൽ സംവിധാനമുണ്ട്. ഫെഡറൽ സംവിധാനമാണോ ക്വാസി ഫെഡറൽ സംവിധാനമാണോ എന്നൊക്കെ ഉള്ളത് നിൽക്കട്ടെ. പക്ഷേ ഇപ്പോഴേ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ശരിക്കും ഇതൊരു പൊളിറ്റിക്കൽ അയവാഷാണ്. കാര്യം ഇത് നടപ്പിലാക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നേരത്തെ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് പോലും നടപ്പിലാക്കാൻ പറ്റാത്തൊരു കാര്യം എങ്ങനെയാണ് ഇപ്പോൾ സാധിക്കുക എന്നുള്ളതും, അതുപോലെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് 18 മുതൽ 36 വരെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് നടത്തണം. അതുപോലെ പകുതിയോളം സംസ്ഥാനങ്ങളുടെ പിന്തുണ ഇതിന് വേണം. ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഇത് രണ്ടും എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനിയിപ്പം വൺ കൺട്രി വൺ റിലീജിയൻ എന്ന് പറഞ്ഞിട്ടൊരു പോളിസി കൊണ്ടുവന്നാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം BJP ആണ് ഭരിക്കുന്നത്. കാരണം ഒരു മതം മതി. നമ്മുടെ ബഹുസ്വരതയും ഡെമോക്രാറ്റിക് പ്ലൂറലിസം എന്നൊക്കെ പറയുന്ന വളരെ മനോഹരമായ ജനാധിപത്യത്തിൻ്റെ സങ്കല്പങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ടിട്ടുള്ള എല്ലാം ഒരേ നൂലിൽ കോർത്ത പോലെ ഇരിക്കണമെങ്കിലും അതിനകത്ത് പല വർണ്ണങ്ങളുള്ള മുത്തുകളാവുമ്പോഴാണ് അതിനൊരു ഭംഗി. അതാണ് ഇന്ത്യയുടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ആ ഡൈവേഴ്സിഫിക്കേഷനെ മുഴുവൻ തകർത്തുകൊണ്ട് ഒരു സിംഗുലർ, അതായത് ഒരു ഏകാധിപത്യം, നേരത്തെ പറഞ്ഞല്ലോ, സാമ്പത്തിക അച്ചടക്കം, എല്ലാം അച്ചടക്കത്തിൻ്റെ രീതിയിൽ, സാമ്പത്തിക അച്ചടക്കം, ക്രമസമാധാന അച്ചടക്കം, പിന്നെ രാജ്യത്തിൻ്റെ അച്ചടക്കം, സ്വേച്ഛാധിപത്യം ഇസ് ഈക്വൽ ടു, അതാണ് ഒരു ഫാസിസ്റ്റ് സ്റ്റേറ്റ്, ഒരു മേക്കിംഗ് ഫാസിസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ളതാണ് അതാണ് വി ആർ മൂവിങ് ടുവേർഡ്സ് ദാറ്റ്. പക്ഷേ എന്തായാലും ഭാഗ്യത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വൻ തിരിച്ചടി ഉണ്ടായത് കാരണം ഇത്തരത്തിലുള്ള പല പരിഷ്കാരങ്ങളും എടുത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇലക്ഷൻ സമയത്ത് ഒരു പൊളിറ്റിക്കൽ അയവാഷിന് വേണ്ടിയിട്ട് ഇതെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇതല്ലാതെ എന്താണ് പറയുന്നത്? ഇതൊരു ഒരു ജുംല, നമ്മൾ സാധാരണ പറയത്തില്ലേ, രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നതാണ് പോലെ ഒരു ജുംലയാണിത്. മോഡി അമിത്ഷാ ജുംലയായിട്ട് ഇത് തീരും എന്നുള്ളത് തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലെ തന്നെ എത്ര ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒറ്റ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിൽ മാത്രമാണ്. അവിടെ തന്നെ മുറിച്ചാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളെ. ഇപ്പോൾ 100 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഒറ്റയടിക്കാണ് നടത്തുന്നത്? ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി മരിച്ചു, അപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പ് വേണ്ടേ? അതുപോലെ തന്നെ ഒരാൾ ഡിസ്ട്രാക്ട് ചെയ്യുക, ഒരാൾ കൂറുമാറി, തിരഞ്ഞെടുപ്പ് വേണ്ടേ? കുറേ നാളുകളായിട്ട് നമ്മൾ റിസോർട്ട് പൊളിറ്റിക്സിലാണല്ലോ. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഈ മെച്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് റിസോർട്ട് പൊളിറ്റിക്സിലാണ്. രാഷ്ട്രീയ പാർട്ടികൾ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ആളുകളെല്ലാം റിസോർട്ടിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ എടുത്ത് ചാടി മാറി വേറൊരു കക്ഷിയിലേക്ക് തീരും. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പക്വതയായിട്ട് ഈ അടുത്ത കുറേ കാലങ്ങളായിട്ട് കണ്ടുവരുന്നത്. അവരെ പണം കൊടുത്ത് മേടിക്കുക, അതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യുക. മറ്റു രാജ്യങ്ങളെ കണ്ടുപിടിക്കുന്നെങ്കിൽ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യട്ടെ, ബാലറ്റ് പേപ്പറിലാക്കട്ടെ. ഈ മെഷീൻ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടുന്ന ഒരവസ്ഥ അവിടെ വരുന്നില്ലല്ലോ. അതൊന്നും ചെയ്യാതെ, പരിഷ്കരണങ്ങളൊന്നും നടപ്പാക്കാതെ, ഏകതെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത്, ഏകരാജ്യം നല്ലതാണ്, പക്ഷേ ബഹുസ്വരത എന്ന് പറയുന്ന ഒരു സാധനത്തിനെ സംരക്ഷിച്ചുകൊണ്ട് വേണം, ഓരോ എത്നിക് കൾച്ചറിനെയും സംരക്ഷിച്ചുകൊണ്ട് വേണം, ഓരോ പ്രാദേശികതയും സംരക്ഷിച്ചുകൊണ്ട് വേണം ഏത് നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇത് വലിയ അപകടത്തിലേക്ക് ചെന്ന് സാധിക്കും. സ്വേച്ഛാധിപത്യത്തിലേക്കുള്ള പോക്കാണെന്ന് കാണുമ്പോഴേ നമുക്കറിയാം. ഓരോ മൂവും ഇറ്റ് ഈസ് ഗോയിങ് ടുവേർഡ്സ് എ ഡിക്റ്ററ്റോറിയൽ സിസ്റ്റം. ഇതൊരു ജനാധിപത്യത്തിൻ്റെ മുഴുവൻ സൗന്ദര്യത്തിനെ എടുത്തു കളയുന്ന, സൗന്ദര്യം മാത്രമല്ല ജനാധിപത്യത്തിൻ്റെ ഒരു പ്രസക്തി തന്നെ ഇല്ലാതാക്കുന്ന ഒരു രീതിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇടതുപക്ഷം നഖശികാന്തം എതിർക്കുന്നത്. ഇടതുപക്ഷം എന്നല്ല, ജനാധിപത്യവാദികളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നിപ്പുണ്ടല്ലോ BJPയുടെ കൂടെ. അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ വിമർശിക്കാതെ ചെലവ് ചുരുക്കാനെങ്കിലും ഈ ചെലവ് ചുരുക്കുന്നത് എങ്ങനെയാണ്? ചെലവ് ചുരുക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് നല്ലൊരു കാര്യമല്ലേ? സഹസ്ര കോടികളല്ലേ കോർപ്പറേറ്റുകൾക്കുള്ള ലോണുകളെ കുറച്ചാൽ മതി. ബാങ്കുകളിൽ നിന്നൊക്കെ 30,000-40,000 കോടിയൊക്കെ ചെലവ് ചുരുക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ
ക്രോണി ക്യാപിറ്റലിസം അവസാനിപ്പിച്ചാൽ മതി. അവർക്ക് ബാങ്കുകളിൽ നിന്നുള്ള പൈസ അനാവശ്യമായിട്ട് എടുത്ത് കൊടുക്കാതിരുന്നാൽ മതി. 40,000 50,000 കോടിയൊന്നും ഒരു ബോണ്ടും ഇല്ലാതെ എടുത്ത് കൊടുക്കുന്ന പരിപാടി അങ്ങ് അവസാനിപ്പിച്ചാൽ തന്നെ നമുക്ക് ചിലവ് ചുരുക്കാം ധാരാളത്തിൽ. അതിനിപ്പോൾ ഇലക്ട്രൽ ഇതുകൊണ്ട് 46 രൂപ എന്ന് പറയുന്ന കണക്കൊക്കെ നമ്മളിവിടെ കേട്ടു. അതിനേക്കാൾ എത്രയോ ശതകോടി കണക്കിന് പൈസയാണ് യുവമാർക്ക് കൊടുക്കുന്നത്, ഈ കോർപ്പറേറ്റുകൾക്ക് വെറുതെ എഴുതി തള്ളുന്നത്, കോർപ്പറേറ്റുകളുടെ ടാക്സുകൾ എഴുതി തള്ളുന്നത്. അതൊക്കെ തിരിച്ചു പിടിക്കട്ടെ, അല്ലെങ്കിൽ അതെല്ലാം തിരിച്ചു കൊണ്ടുവരട്ടെ, ആ സംവിധാനമൊക്കെ നിർത്തട്ടെ. എന്നിട്ട് മതി നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തന്നെ. കാരണം ഇത് ചെലവ് ചുരുക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആംഗിളിലല്ല ഇതിനെ കാണേണ്ടത്. ഇത് ഭീകരമായൊരു സത്വം നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഡെമോക്രസീസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുകയാണ്. എന്തായാലും ഒരു ആശ്വാസം ഉണ്ടായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനാണ്. ആ ഒരു ആശ്വാസം കൂടി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ആളുകളെ പട്ടിണിയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ, അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ, ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ, ആരോഗ്യ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാനൊക്കെ ഉള്ള ഒരു പൊളിറ്റിക്കൽ ഐവാഷാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മോഡി അമിത്ഷാ ജുമുല ആണ് എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത്.